ഇന്ത്യൻ സിനിമയിൽ മികച്ച നടന്മാരുടെയും സൂപ്പർ സ്റ്റാറുകളുടെയും പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞ നടനാണ് ധനുഷ്. തമിഴിൽ മാത്രമല്ല, ബോളിവുഡിലും ഹോളിവുഡിലും വരെ അഭിനയിച്ചു കഴിഞ്ഞു. നടൻ എന്നതിലുപരി സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, ഗായകൻ, നിർമ്മാതാവ്. തമിഴിൽ ഏറ്റവും പ്രബലനായ സ്റ്റാർ. സിനിമാ കുടുംബത്തിൽ നിന്നാണ് വരുന്നെങ്കിലും 23 വർഷത്തെ കഠിനാധ്വാനമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് നടനെ എത്തിച്ചത്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം കൂടിയാണ് ധനുഷ്. നടി നയൻതാരയുമായി ധനുഷിനുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ ചർച്ചയായതിനു ശേഷം ക്യാമറയ്ക്ക് പിന്നിലുള്ള നടനെക്കുറിച്ച് പലരും തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. സ്ക്രീനിലും ഓഡിയോ ലോഞ്ചിലും ഫംഗ്ഷനിലും നിഷ്കളങ്കനായി സംസാരിക്കുമെങ്കിലും കൗശലക്കാരനായ ഒരു ധനുഷ് കൂടി നടൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ടെന്നാണ് അടുത്തിടെ വഴികിയവരുടെ വെളിപ്പെടുത്തൽ. 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള രംഗത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ നടനെതിരെ ആഞ്ഞടിച്ച നയൻതാര എത്തിയിരുന്നു. തന്നോടും ഭർത്താവ് വിഘ്നേഷ് ശിവനോടും ധനുഷിന്റെ പക പോക്കുകയാണ്. അതിനു പിന്നിലെ കാരണം എന്താണെന്ന് അറിയില്ലെന്നുമാണ് നയൻതാര പറഞ്ഞത്. ഓഡിയോ ലോഞ്ചുകളിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന പകുതിയെങ്കിലും നന്മ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ കാണിച്ചുവരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രസംഗിക്കുന്നതിന് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് നയൻതാര നടനെതിരെ രംഗത്തെത്തി പറഞ്ഞത്. ലേഡി സൂപ്പർ സ്റ്റാറിന്റെ പ്രതികരണം വന്നപ്പോൾ മലയാളത്തിൽ നിന്ന് നസ്രിയ അടക്കമുള്ള നയൻതാരയ്ക്ക് പിന്തുണ അറിയിച്ച് എത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ധനുഷിന്റെ നായികയായി നെയ്യാണ്ടിയിൽ അഭിനയിച്ച ശേഷം നസ്രിയയുമായി ചില പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. തന്റെ അനുവാദമില്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഉപയോഗിച്ച് ഇന്റിമേറ്റ് സീനുകൾ ഷൂട്ട് ചെയ്ത് തന്റേതെന്ന രീതിയിൽ സിനിമയിൽ ഉൾപ്പെടുത്തി എന്നായിരുന്നു നസ്രിയയുടെ ആരോപണം. അന്ന് സംഭവത്തിൽ നസ്രിയ നിയമപരമായി നീങ്ങുകയും ചെയ്തു. നെയ്യാണ്ടിക്ക് ശേഷം നസ്രിയ ഒരു തമിഴ് സിനിമ പോലും അഭിനയിച്ചിട്ടില്ല. നസ്രിയ മാത്രമല്ല, നയൻതാര പരസ്യമായി ധനുഷിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ നടനൊപ്പം മുമ്പ് അഭിനയിച്ച പാർവതി തിരുവോത്ത്, അനുപമ പരമേശ്വരൻ, ഐശ്വര്യ ലക്ഷ്മി, ശ്രുതി ഹാസൻ, ഗൗരി ജി കൃഷ്ണൻ തുടങ്ങിയ നടിമാരും നയൻതാരയുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തു. ഒരു സിനിമയിൽ നായികയായി അഭിനയിച്ച നടിയെ പിന്നീട് നടൻ കാസ്റ്റ് ചെയ്യില്ലെന്നാണ് ഇൻഡസ്ട്രിയിലും റെഡ്ഡിയിലും ആളുകൾ കുറിക്കുന്നത്. നായികമാരെ സെലക്ട് ചെയ്യുമ്പോൾ നടന് നിർബന്ധങ്ങളുണ്ടത്രേ. തമിഴ് നടി ഐശ്വര്യ രാജേഷിന്റെ ഒരു പഴയ അഭിമുഖം പങ്കുവെച്ചുകൊണ്ടാണ് ധനുഷിനെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. വടച്ചെന്നൈ എന്ന സിനിമയിൽ മാത്രമാണ് ഐശ്വര്യ ധനുഷിനൊപ്പം അഭിനയിച്ചത്. ധനുഷ് സാറിനെ പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, വടച്ചെന്നൈക്ക് ശേഷം എന്തുകൊണ്ടാണ് എനിക്കൊപ്പം അഭിനയിക്കാത്തതെന്ന്. അത്രത്തോളം മോശം അഭിനയമാണോ ഞാനെന്ന്. അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ലേല്. നടി എന്ന രീതിയിൽ ഐഷു, നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു. നിന്റെ അഭിനയവും എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ വടച്ചെന്നൈ 2ലേക്ക് വേണ്ടാത്തത് കൊണ്ടാണ് മറ്റ് സിനിമയിലേക്ക് നായികയെ കാസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പറഞ്ഞതെന്ന് നടി പറഞ്ഞത്. എന്നാൽ നായികമാരെ തിരഞ്ഞെടുക്കുന്നതിലും നിബന്ധനകൾ ധനുഷിനുണ്ടെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. വെളുത്ത നിറമുള്ള നായിക വേണം. മലയാളത്തിലും തെലുങ്കിലുമുള്ള നടിമാർക്ക് മാത്രം മുൻഗണന. തമിഴിലുള്ള നടിമാരെ പരിഗണിക്കാതിരിക്കുക എന്നീ രീതികൾ വേണ്ട രീതികൾ നടനുണ്ടത്രേ. നിത്യാമേനോൻ മാത്രമാണ് ധനുഷിനോടൊപ്പം ആവർത്തിച്ച് അഭിനയിച്ചിട്ടുള്ളതെന്നും അതിന് കാരണം ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണെന്നുള്ള കമന്റുകളുണ്ട്. മുംബൈയിലെ പ്രശസ്ത മാധ്യമപ്രവർത്തകയായ നയൻദീപ് ദീക്ഷിത് അടുത്തിടെ നടനെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ വൈറലായിരുന്നു. ധനുഷ് ഏറ്റവും മര്യാദയില്ലാത്ത താരമാണെന്നും താൻ കടുത്ത അപമാനം നേരിട്ടുമെന്നാണ് നയൻദീപ് ദീക്ഷിത് പറഞ്ഞത്.